ഒരു പുലർച്ചെ നേമം നിവാസികൾ ഉറക്കമെണീറ്റ് നോക്കിയപ്പോൾ പോസ്റ്റുകളിൽ ചുവന്ന അടയാളം. വീട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, എന്താണിത്, എന്തിനാണിത്? ഒരു നാടിനെ ആകെ പരിഭ്രാന്തിയിലാക്കിയ ആ ചുവന്ന അടയാളത്തിന്റെ കഥ തേടി തിരുവനന്തപുരം ബ്യൂറോയിലെ അക്ഷയ ഇറങ്ങി. ആ റിപ്പോർട്ട് കാണാം. റിപ്പോർട്ടിന് ശേഷം ജസ്റ്റ് മിനിറ്റ് ആണ് ധന്യ ഉണ്ടാകും. നമസ്കാരം. ചുവന്ന മാർക്ക് മറ്റേ പോസ്റ്റിലുണ്ടാ? ഇതെന്താ ചുവന്ന മാർക്ക് എല്ലാ പോസ്റ്റിലും? ചേട്ടാ, ഇതിപ്പോ ആരോടൊന്ന് ചോദിക്കുക ഈ സംഭവം എന്താ ഏതാന്നുള്ളത്. ഞാൻ ചേട്ടനോട് ചോദിച്ചോക്കാം. ചേട്ടാ, പിന്നില്ലേ നമ്മളെ അങ്ങോട്ട് പോയപ്പോ അവിടെ പോസ്റ്റിലൊക്കെ ഓരോ ചുവന്ന മാർക്ക്, അതെന്താ സംഭവം? അത് നാട്ടുകാരെയൊക്കെ ഈ ഭീതിയിലാക്കിക്കൊണ്ട് ഈ എയർടെല്ലുകാര് ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ചുമരുകളിലും അതുപോലെ തന്നെ ഈ പോസ്റ്റുകളിലൊക്കെ ഒരു മാർക്ക് ചെയ്തായിട്ടുണ്ട്, റെഡ് മാർക്ക്. അത് എയർടെല്ലുകാരാണ് ചെയ്തേക്കുന്നത്. അവരുടെ ഈ സർവേയുടെ ഭാഗമായാണ് ചെയ്തതെന്നാണ് പോലീസുകാർ പിന്നെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അത് ജനങ്ങളെല്ലാം പരിഭ്രാന്തികരാണ്. രാത്രിയിൽ മുഖംമൂടി ധരിച്ചെത്തിയവർ പോസ്റ്റുകളിൽ ചുവന്ന അടയാളം ഇട്ടതാണ് ജനങ്ങളെ പരിഭ്രാന്തരാക്കിയത്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ മതിലിൽ ഈ ഒരു പോയിന്റ് അടയാളം ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും താഴെയായിട്ട് സംഭവം മരത്തിൽ അത് സ്പ്രേ ചെയ്തപ്പോൾ നല്ല സ്പ്രെഡായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പം മതിലായപ്പം പൊതുവിനെ ഒരു പേടിയായി. പിറ്റേ ദിവസം വന്നപ്പോൾ അത് പറഞ്ഞു, ഇല്ല, ഇത് എയർടെൽ കമ്പനിയുടെ ഒരു പരസ്യത്തിന് വേണ്ടി ഇട്ടതാണ്. കണ്ടപ്പം തോന്നിയത് എല്ലാവരും പറഞ്ഞ് പേടിപ്പെടുത്തി കളഞ്ഞു. എയർടെൽ കമ്പനിയുടെ ജീവനക്കാർ പുതിയ ഇന്റർനെറ്റ് കണക്ഷൻ നൽകേണ്ട വീടുകൾ പെട്ടെന്ന് തിരിച്ചറിയാനാണ് അടയാളങ്ങൾ ഇട്ടതെന്നും ജനങ്ങൾ പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കാര്യം വളരെ സിമ്പിളാണ്. ഈ ചുവന്ന അടയാളം ഉണ്ടല്ലോ, അവനാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അത് പറഞ്ഞിട്ടും കാര്യമില്ല. 2 പേര് വന്ന്, അതും രാത്രിയിൽ വന്ന് മുഖംമൂടി ധരിച്ചെത്തി ഈ ചുവന്ന അടയാളം ഇവിടെ ഇട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഒന്ന് പേടി ഉണ്ടാവും. എന്തായാലും ആ പേടിയുടെ അടിസ്ഥാനത്തിൽ അസോസിയേഷൻകാർ പരാതി കൊടുത്തു. ആ പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്കൊരു വിശദീകരണവും ലഭിച്ചു. ആ കാര്യത്തിൽ ഇപ്പോൾ ജനങ്ങൾ ചെറുതായൊരു സമാധാനം അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് സംഭവമായിട്ടുണ്ടായത്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ്, മീഡിയ 1 തിരുവനന്തപുരം.